കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും വിഷുവിന് മുൻപായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗഡു ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയായി 1600 രൂപ വീതം വിതരണം ചെയ്യുന്നതിനായി 820 കോടി രൂപയും സംസ്ഥാന ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിരുന്നു. 26 ലക്ഷത്തിലേറെ പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു. മാത്രവുമല്ല 8,46,000 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതെങ്കിലും ഇതിനാവശ്യമായ 24,31,00,000 രൂപ സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചതിനാൽ പെൻഷൻ തുകയിൽ 200, 300, 500 തുടങ്ങിയ കേന്ദ്ര വിഹിതമുള്ളവർക്ക് ആ തുകയും കൂടി ഏപ്രിലിൽ തന്നെ ലഭിക്കും. വിഷുവിന് മുമ്പായി തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ നൽകുമെന്ന് പറഞ്ഞ ധനമന്ത്രി ഏത് ദിവസമാണ് പെൻഷൻ തുക വിതരണം ആരംഭിക്കുക എന്ന് പറയുന്നതിന് പകരം ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ഈ ആഴ്ചയിൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് പറയുകയായിരുന്നു. അടുത്ത തിങ്കളാഴ്ച, അതായത് ഏപ്രിൽ 14-നാണ് വിഷു വരുന്നത്. അതിനാൽ പരമാവധി പേർക്ക് പെൻഷൻ തുക അതിനു മുമ്പായി തന്നെ ലഭിക്കണമെങ്കിൽ എത്രയും വേഗം പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതുണ്ട്. കാരണം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് 3 അല്ലെങ്കിൽ 4 ദിവസം മതിയെങ്കിൽ വീടുകളിലേക്ക് പെൻഷൻ നേരിട്ട് ചെന്ന് വിതരണം പൂർത്തിയാക്കുന്നതിന് 8-10 ദിവസങ്ങൾ സാധാരണഗതിയിൽ എടുക്കുന്നതാണ്. തിങ്കളാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുകയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. DBT പോലുള്ളവ നൽകുന്ന സൂചന അനുസരിച്ച് ഏപ്രിൽ 9 ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ സംസ്ഥാനത്ത് വിഷുവിന് മുന്നോടിയായുള്ള പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുടക്കത്തിൽ പെൻഷൻ തുക എത്തിച്ചേരുക. വരും ദിവസങ്ങളിൽ പെൻഷൻ തുകയുടെ വിതരണം കൃത്യമായി ആരംഭിക്കുന്ന സമയം ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.